വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. ഞാൻ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കൾക്കെല്ലാ ആളുകൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സാറിനും സുഖമാണ്. സാർ ഇന്ന് വന്നിട്ടുള്ളത് 8ാം ക്ലാസ്സിനകത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. 12th ചാപ്റ്റർ ആയിട്ടുള്ള വാട്ടർ ഓൺ എർത്ത് അല്ലെങ്കിൽ ഭൂമിയിലെ ജലം എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെൽസ് അല്ലെങ്കിൽ വ്യത്യസ്ത ഇനം കിണറുകളെ കുറിച്ച്. ആ കിണറുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ റെഡി ആണല്ലോ? അപ്പോൾ മക്കളെ, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മക്കൾ എല്ലാവരും ശ്രദ്ധിക്കൂ. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് അബൌട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെൽസ്. വ്യത്യസ്ത തരം കിണറുകളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങൾ നോക്ക്, പ്രധാനമായും 3 തരത്തിലേക്കുള്ള വെൽസ് അല്ലെങ്കിൽ കിണറുകളാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഫസ്റ്റ് വൺ നിങ്ങൾക്കറിയാം, ട്യൂബ് വെൽസ് ആണ്. ട്യൂബ് വെൽസ് അല്ലെങ്കിൽ കുഴൽ കിണറുകളാണ് ഒന്ന്. രണ്ടാമത്തത് ഫിൽട്ടർ പോയിന്റ് വെൽസ് ആണ് അല്ലെങ്കിൽ അരിപ്പ കിണറുകളാണ് 2. മൂന്നാമത്തത് നിങ്ങൾ നോക്ക്, ആർട്ടീഷ്യൻ വെൽസ് അല്ലെങ്കിൽ ആർട്ടീഷ്യൻ കിണറുകളാണ്. ഇതിൽ ഓരോന്നിനെ കുറിച്ചും നമുക്ക് നോക്കാം. ആദ്യമായി എന്തിനെ കുറിച്ചാണ്? ട്യൂബ് വെൽസ് അല്ലെങ്കിൽ കുഴൽ കിണറുകളാണ്. നമുക്ക് നോക്കാം. ട്യൂബ് വെൽസ് ആർ ഡഗ് ഓൺ റോക്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻസ്. സാധാരണ നിങ്ങൾക്കറിയാം, ഭൂമിക്കടിയിലേക്ക് യന്ത്ര സഹായത്തോടെ പാറ തുരന്ന് നിർമ്മിക്കുന്ന കിണറുകളെയാണ് കുഴൽ കിണറുകൾ എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഇത് കാണാറുണ്ട് അല്ലേ? മക്കൾക്ക് ഇവിടെ നോക്കൂ, അതിന്റെ ഒരു പിക്ചർ ഞാൻ ഇവിടെ കാണിച്ചു തരാണ്. നിങ്ങൾ നോക്കിക്കോ, അവിടെ കാണാം ഒരു മെഷീൻസ് ഉപയോഗിച്ച് ഇതുപോലെ പാറ തുരക്കുകയാണ്. അങ്ങനെ തുരന്ന് എടുത്തിട്ട് അതിലേക്ക് പൈപ്പ് സെറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വെള്ളം എടുക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഇങ്ങനെയുള്ള കിണറുകൾ കാണാറുണ്ട് അല്ലേ? ഇനി അതിന്റെ തന്നെ ഒന്നുകൂടി നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ വേണ്ടി ഒരു പിക്ചറാണ്. ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. മക്കളവിടെ ശ്രദ്ധിച്ചാൽ മതി. അണ്ടർഗ്രൗണ്ട് വാട്ടർ ആണ്, ഭൂമിക്കുള്ളിലുള്ള അണ്ടർഗ്രൗണ്ട് വാട്ടർ ആണ് നമ്മൾ ഈ പറയുന്ന ട്യൂബ് വെൽസ് അല്ലെങ്കിൽ കുഴൽ കിണറിൽ നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഈ രീതിയിലാണ് അത് എന്ന് നിങ്ങൾക്ക് ഈ ചിത്രത്തിലൂടെ വ്യക്തമാകും. ഇനി നമ്മൾ നോക്കാവുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള വെല്ലാണ്. അതാണ് ഫിൽട്ടർ പോയിന്റ് വെൽസ്. ഫിൽട്ടർ പോയിന്റ് വെൽസ് ആണ്. പേരിൽ തന്നെ ഉണ്ട്, അരിപ്പ കിണറുകളാണ്. ഫിൽട്ടർ പോയിന്റ് വെൽസ് അല്ലെങ്കിൽ അരിപ്പ കിണറുകളാണ്. എന്താന്ന് നോക്കാം. ദ ടേം ഫിൽട്ടർ പോയിന്റ് വെൽസ് ആർ യൂസ്ഡ് ഫോർ ദ ഷാലോ ട്യൂബ് വെൽസ് ഡഗ് ഇൻ സാൻഡി റീജിയൻസ്. പ്രധാനമായിട്ടും അവിടെ പറയുന്നുണ്ട്, നമ്മുടെ മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കിണറുകളെയാണ് അരിപ്പ കിണറുകൾ അല്ലെങ്കിൽ ഫിൽട്ടർ പോയിന്റ് വെൽസ് എന്ന് പറയുന്നത്. മക്കളെ, ഇത് നിർമ്മിക്കുന്ന എവിടെയാണ്? സാൻഡി റീജൻസിലാണ്, മണൽ പ്രദേശങ്ങളിലാണ്. അപ്പൊ ഇത് പ്രധാനമായിട്ടും ആഴം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് അരിപ്പ കിണറുകൾ എന്ന് വിളിക്കാം. ഇനി നിങ്ങൾ അതിന്റെ ഒരു പിക്ചർ ഇതാ. അതിന്റെ കുറേ ടൈപ്പ് നമ്മുടെ ലോകത്തുണ്ട്. അതിലൊരു ടൈപ്പാണ് ഇവിടെ പിക്ചറിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് തന്നെ ആ വെള്ളമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ? ആഴമൊക്കെ വളരെ കുറവാണ്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ വെള്ളം എടുക്കുന്നു, തൊട്ടടുത്തൊരു പൈപ്പ് കാണാം, വലിയൊരു പൈപ്പ് കാണാം, അതിലേക്ക് വെച്ച് അത് ഫിൽട്ടർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അങ്ങനെയുള്ള കുറെ ടൈപ്പുകൾ ഫിൽട്ടർ പോയിന്റ് വെൽസ് അല്ലെങ്കിൽ അരിപ്പ കിണറിന്റെ വ്യത്യസ്ത ഇനം ടൈപ്പുകൾ നമ്മുടെ ലോകത്ത് അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ആളുകൾ ഇതുപോലെ വെള്ളം ഇങ്ങനെയുള്ള സാൻഡി റീജിയൻസ് അല്ലെങ്കിൽ കോസ്റ്റൽ റീജിയനിലൊക്കെ ഉണ്ടല്ലോ, പ്രധാനപ്പെട്ട തീരപ്രദേശങ്ങളിലൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ വ്യാപകമായിട്ട് ഇങ്ങനെയുള്ള വെല്ലാണ് അല്ലെങ്കിൽ കിണറുകളാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ വെൽസ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നോക്കാം. തേർഡ് വൺ ആണ് ആർട്ടീഷ്യൻ വെൽസ് ആണ്. ആർട്ടീഷ്യൻ, അത് നിങ്ങൾ നോക്കിയാൽ മതി. ഒരു പിക്ചർ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. മക്കളിവിടെ നോക്കിയാൽ മതി. അവിടെ റോക്സ് കാണാം. ഏറ്റവും ടോപ്പിൽ മക്കൾ നോക്കിയാൽ മതി, ഇംപെർമബിൾ റോക്ക് ആണ് അല്ലേ? അതായത് സുഷിരാവസ്ഥ ഇല്ലാത്തതാണ് ഇംപെർമബിൾ റോക്ക്. അത് ഒന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിന്റെ താഴെയും രണ്ടാമത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? അതിന്റെ ഇടയിൽ മക്കൾക്ക് ഇവിടെ കാണാം പെർമബിൾ റോക്ക് ഉണ്ട്, പ്രവേശനീയത ഉള്ള പ്രധാനപ്പെട്ട ശിലകളുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, 2 ഇംപെർമബിൾ റോക്കിന്റെ ഇടയിൽ ഇതേപോലെ തന്നെ ഒരു പെർമബിൾ റോക്ക് വരുന്ന സമയത്ത് ഈ ഒരു 2 എണ്ണത്തിന്റെ പ്രഷർ കൊണ്ട് എന്ത് ചെയ്യാണ്, വെള്ളം മുകളിലേക്ക് വരികയാണ്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട റോക്ക് ഈ പറയുന്ന കിണറുകളെയാണ് ആർട്ടീഷ്യൻ കിണറുകൾ അല്ലെങ്കിൽ ആർട്ടീഷ്യൻ വെൽസ് എന്ന് പറയുന്നത്. ഇനി മക്കൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവാൻ സാർ ഒരു ഡെമോ കാണിക്കുകയാണേ. ഇത് ഒരു സ്പോഞ്ചാന്ന് വിചാരിക്കുക. ഇത് ഒരു നനഞ്ഞു കിടക്കുന്ന ഒരു സ്പോഞ്ചാണ്. അപ്പൊ എന്റെ ഈ കൈ നിങ്ങൾക്ക് നോക്കിയാൽ മതി, ഭയങ്കര ഹാർഡായിട്ടുള്ളതാണല്ലോ, നല്ല ഹാർഡാണല്ലോ. ഇപ്പൊ വെള്ളമൊന്നും പാർന്നു കഴിഞ്ഞാൽ, ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇത് പോവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. 2 സ്ഥലം അങ്ങനെയാണ്. പക്ഷെ ഈ സ്പോഞ്ച് അങ്ങനെയല്ലല്ലോ. നമുക്കൊന്ന് ജസ്റ്റ് ഇതായി കഴിഞ്ഞാൽ സ്പോഞ്ചിലൂടെ എന്ത് ചെയ്യാം, വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കും അല്ലേ? അപ്പൊ അത് ഈ നനഞ്ഞ സ്പോഞ്ച് ഇത് ഇവിടെ വെക്കുന്നു, ഈ ഒരു ലെയറിന്റെ മുകളിൽ ഇത് വെക്കുന്നു. ഇതേപോലെ വേറൊരു ലെയർ ഞാനിത് വെക്കുകയാണേ. അപ്പൊ ഈ 2 എണ്ണത്തിന്റെ ഇടയിൽ ഇത് വരുമ്പോൾ, ഇത് സ്പോഞ്ച് ആണെങ്കിൽ ജസ്റ്റ് ഞാൻ എൻ്റെ ഇവിടെ കൈ വെക്കുമ്പോൾ ആ പ്രഷറിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് വെള്ളം എന്ത് ചെയ്യും, മുകളിലേക്ക് പോവില്ലേ? ഞാൻ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ആ പ്രഷറിന്റെ ഭാഗമായിട്ട് മുകളിലേക്ക് പോവില്ലേ? അതേപോലെയുള്ള ഒരു ടെക്നിക്കൽ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ ഇത്രയാണ് മക്കളെ. ഇവിടെ നോക്കിക്കോളൂ, എല്ലാവരും നോക്കിക്കോളൂ. ലെറ്റ് ദർ ബി എ പെർമബിൾ റോക്ക് ലെയർ ഇൻ ബിറ്റ്വീൻ 2 immovable rocks. Water will rise to the surface automatically due to pressure. If we dig
ടു ദിസ് പെർമബിൾ റോക്ക് ലെയർ സച്ച് വെൽസ് ആർ നോൺ ആസ് ആർട്ടീഷ്യൻ വെൽസ്. അതാണ് അതിന്റെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ. മക്കൾ നോക്കേ, പ്രവേശനീയത തീരെയില്ലാത്ത രണ്ട് ശിലകൾക്കിടയിലായി പ്രവേശനീയത ഏറെയുള്ള ഒരു ശിലാപാളി ഉണ്ടെന്നിരിക്കെ ഈ ശിലാപാളിയിലേക്ക് കുഴിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ജലം സമ്മർദ്ദം കൊണ്ട്, എന്തുകൊണ്ടാണ് മക്കളെ, പ്രഷർ അല്ലെങ്കിൽ സമ്മർദ്ദം കൊണ്ട് ഉപരിതലത്തിലേക്ക് ഉയരുന്നു. ഇത്തരത്തിലേക്കുള്ള കിണറുകളെയാണ് നമ്മൾ ആർട്ടീഷ്യൻ കിണറുകൾ അല്ലെങ്കിൽ ആർട്ടീഷ്യൻ വെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ മക്കൾ ഓർക്കുക, പ്രധാനമായി നമ്മൾ പറഞ്ഞിട്ടുള്ളത് 3 തരത്തിലേക്കുള്ള വെല്ലുകളാണ് അല്ലേ. 3 തരത്തിലേക്കുള്ള കിണറുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ട്യൂബ് വെൽസ് ഉണ്ട്, അരിപ്പ കിണറുകൾ അല്ലെങ്കിൽ ഫിൽട്ടർ പോയിന്റ് വെൽസ് ഉണ്ട്, അതേപോലെ ആർട്ടീഷ്യൻ വെൽസ് അല്ലെങ്കിൽ ആർട്ടീഷ്യൻ കിണറുകളുണ്ട്. അപ്പോൾ ഈ 3 എണ്ണത്തിനെ കുറിച്ച് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. എക്സാമിന് ഇത് കമ്പൽസറി ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മക്കൾക്ക് എല്ലാ ആളുകൾക്കും വീഡിയോ ഇതുപോലെ എഫക്റ്റീവ് ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിർബന്ധമായും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ ആളുകളുടെയും കമന്റ് ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തണം. അപ്പോൾ എല്ലാ ആൾക്കാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ശബ്ദത്തിന് ഉടമ എന്ന് പറയുന്നത് ജിതിൻ സാറാണ്. മക്കൾക്ക് എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി നമുക്ക് കാണാം. ഓക്കെ, ബൈ.